തീർച്ചയായും അതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തെ സമ്പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സനീഷ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോൾ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ടാവാം അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പം ഈ അദ്ദേഹം ഇടതുപക്ഷമാണ് എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ സഖാവ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചത്. കാരണം അദ്ദേഹം ഇന്ത്യയിലെ ഇപ്പോഴുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ആ രീതിയിൽ അത് പരിഹാസരൂപേണ CPM-നെ പരിഹസിക്കാൻ വേണ്ടി കൂടി പറയുന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫലത്തിൽ അദ്ദേഹം ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവരുത് എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പാർട്ടി CMP എന്നുള്ള പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താണ്, അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്താണ് എന്ന് നോക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് വേറെ കാര്യമൊന്നും പറയാനില്ല. പക്ഷേ ആകെപ്പാടെയുള്ള ഈ സർക്കാർ ഈ തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹമാണ് UDF-ലെ ഏറ്റവും ശക്തനായ വലതുപക്ഷവാദി എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പരാമർശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അദ്ദേഹം ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, അതായത് ഈ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു, അതിനുശേഷം ഈ പദ്ധതി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരത്തെ VD സതീശനെ പോലെ ആവേശത്തോടെ ഈ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങേയറ്റം നിരാശനായാണ് ഈ പദ്ധതിയെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ പരാമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ആ ബോഡി ലാംഗ്വേജിൽ ആ നിരാശ വളരെ പ്രകടമായിരുന്നു. മാത്രമല്ല ഏതായാലും തലയിൽ കയറിപ്പോയില്ലേ, ഇനി ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭാവം. അത് യഥാർത്ഥത്തിൽ എന്താണ്, ഇതൊരു വലത് ആശയമല്ല. കാരണം വലതുപക്ഷം എപ്പോഴും ഇതിനെ ഫ്രീബീസ് എന്ന് പരിഹസിക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള സൗജന്യങ്ങളെ ഒരു ഇടതാശയമാണ്. ഇപ്പോൾ ലക്സംബർഗാണ് ആദ്യം ലോകത്ത് ഇത് നടപ്പാക്കിയത്, ഈ ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത്. അവിടെ ഇടതുപക്ഷമാണ് അന്ന് നടപ്പാക്കിയത്. അല്ല, പക്ഷേ ലക്സംബർഗ് പറഞ്ഞപ്പോഴേ ലക്സംബർഗ് സ്ഥലമാണല്ലോ പറഞ്ഞത്. അതെ, ഞാൻ നേരത്തെ പറയാൻ പെട്ടെന്ന് പിന്നെ പറയേണ്ടെന്ന് കരുതിയത് CMP-യുടെ കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന നഗറിന്റെ ഒരു റോസ ലക്സംബർഗ് നഗർ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ ലക്സംബർഗിലാണ് ഇത് നടപ്പാക്കുന്നത്. അന്ന് അവിടുത്തെ ഇടതുപക്ഷമാണ് ഇത് ആദ്യം നടപ്പാക്കുന്നത്. അപ്പോൾ ഇതൊരു ഇടത് സങ്കല്പമാണ്, ഇടതാശയമാണ്. അങ്ങനെയാണ് ഇത് സൗജന്യങ്ങൾ ഇവർ വലതുപക്ഷം ഇതിനെ ഫ്രീബീസ് എന്ന് പരിഹസിക്കുമ്പോഴും അതങ്ങനെ അല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല ഒരു സമയത്തും ഇങ്ങനെ ഈ ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല. അദ്ദേഹം പക്ഷേ കഴിഞ്ഞ 40 വർഷമായി വാദിക്കുന്നത് ഫിസ്ക്കൽ ഡിസിപ്ലിന് വേണ്ടിയാണ് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. അതായത് ഫിസ്ക്കൽ ഡിസിപ്ലിനിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഒരിക്കലും ഇടതുപക്ഷം സ്വീകരിക്കാറില്ല. അത് ഒരു മുതലാളിത്ത സങ്കല്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ആളുകൾക്ക് വേണ്ട സൗജന്യങ്ങൾ കൊടുക്കണം, ഗതാഗതം കൊടുക്കണം, സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം, സൗജന്യമായുള്ള ആരോഗ്യ സംരക്ഷണം കൊടുക്കണം. ഇതൊക്കെ അതിനുള്ള ചെലവ് പരിഗണിക്കേണ്ടതില്ല. അത് ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ആ ഇടത് സങ്കല്പം. അപ്പോൾ ആ സങ്കല്പത്തിലല്ല സത്യത്തിൽ കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം വാദിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നുള്ള പേരുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കൗതുകം. കാരണം അദ്ദേഹം വലതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സകല ബജറ്റുകളെയും എതിർക്കുമ്പോഴും ഞാനിതിങ്ങനെ പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയൊക്കെ ഉറപ്പിച്ച് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഈ ഫ്രീബീസ് എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളെ അനുകൂലിക്കേണ്ടി വന്നിട്ടില്ല. അനുകൂലിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അവർ. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി ഈ ഫ്രീബീസിൻ്റെ ആളായി, രാഹുൽ ഗാന്ധി കുറച്ച് ഇടതുപക്ഷമായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പദ്ധതികൾ, ഈ 5 കാര്യങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയേ പറ്റൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ ഘട്ടം ഘട്ടമായി ഇപ്പോൾ കർണാടകത്തിലായാലും ഒക്കെ ഇങ്ങനെ തെലങ്കാനയിൽ നടപ്പാക്കുന്നു, കർണാടകത്തിൽ നടപ്പാക്കുന്നു, ഇത് കേരളത്തിൽ നടപ്പാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിവിടെ നടപ്പാക്കേണ്ടി വരുന്നു. ആ ബാധ്യത ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ തലയിലായി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഫ്രീബീസിനെതിരായി. ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത് നേരത്തെ സനീഷ് പറഞ്ഞത് ശരിയാണ്. ഫാസ്റ്റ് പാസഞ്ചറിൽ ആളുകൾ കയറുന്നില്ല. നമ്മളിപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഓർഡിനറി ബസ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ ഇടിച്ചു കയറുന്നത് അത് സ്വാഭാവികമല്ലേ? അതായത് സൗജന്യം എന്നത് ആസ്വദിക്കുക സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അതിപ്പോൾ കേരളത്തിലെ ബിഹേവിയറൽ പാറ്റേൺ ഒന്നും നോക്കിയിട്ടില്ല. ലോകത്തെവിടെയും സൗജന്യമായി ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ സൗജന്യമല്ലേ, ഇരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു മനസ്ഥിതി. സൗജന്യമായി കിട്ടുമ്പോൾ അതിനുവേണ്ടി വെറുതെ ഞാൻ പോക്കറ്റിലിരിക്കുന്ന കാശ് കളയേണ്ടതില്ലല്ലോ, അതില്ലല്ലോ. അതിനല്ലേ സൗജന്യം. പിന്നെ ഇതാരെങ്കിലും ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? ഇതിലെ ഒരു പ്രശ്നം അതാണ്. ഇതാരെങ്കിലും കേരളത്തിലെ വനിതകൾ മുഴുവൻ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയല്ല, എന്നാൽ എടുത്തോ സൗജന്യമായിട്ട് നിങ്ങൾക്ക് യാത്ര എന്ന് പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിൽ ആ ശരികേടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തെയോ ആ പ്രസംഗത്തെയോ അല്ല,
പിന്നീട് അദ്ദേഹം വിശദീകരിച്ചതിൽ ഒരു ബൈറ്റ് നമ്മളുടെ ഇവിടെ പ്ലേ ചെയ്യപ്പെടാത്ത ഒരു ബൈറ്റ് ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടു. അദ്ദേഹം കാറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അത് വീണ്ടും പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ വിഷയത്തിലെ നിലപാട് കൂടുതൽ വ്യക്തമായത് എനിക്ക് അതിലാണ്. കാരണം അദ്ദേഹം പറയുന്നത് 5 ലക്ഷം സ്ത്രീകൾ കയറി, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട ഹൃദയഭേദകമായ അവസ്ഥയാണ് അവരുടേത്. അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ. ഹൃദയഭേദകമായി വല്ലാത്ത കഷ്ടപ്പെടുന്നവരാണ് ഈ കയറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അത് പരിഹാസമാണ്. അതിൽ പരിഹാസമുണ്ട്. അതിൽ ഈ കയറുന്ന ആളുകളോടുള്ള പരിഹാസമുണ്ട്, ഈ അവഹേളനമുണ്ട്. ഇങ്ങനെ അവഹേളിച്ചിട്ടായാലും 10 പേര് കയറാതിരിക്കട്ടെ എന്നായിരിക്കും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേദന അനുഭവിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ CP ജോൺ കരുതിയിട്ടുണ്ടാവുക. കാരണം ഈ ഫാസ്റ്റ് പാസഞ്ചറിലേക്ക്, അതായത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ കളക്ഷൻ കിട്ടുന്ന ഈ വാഹനങ്ങൾ, ഓർഡിനറി വാഹനങ്ങളിൽ പുരുഷന്മാർ ഇപ്പോൾ വളരെ കുറച്ചാണ് കയറുന്നത്. നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെന്തായാലും കയറിയാൽ ടിക്കറ്റ് കൊടുക്കണം. അവരുടെ എണ്ണം കുറഞ്ഞു. കാരണം വലിയ തിരക്ക്, സ്ത്രീകളുടെ തിരക്ക് ആ വാഹനങ്ങളിൽ ഉണ്ടായപ്പോൾ പുരുഷന്മാർ കയറുന്നത് കുറഞ്ഞു. ഇവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്കണം. അതായത് നല്ല പണിയുണ്ട്, നല്ല അധ്വാനമാണ്. അതിൽ നിൽക്കുന്ന കണ്ടക്ടർക്കൊക്കെ നല്ല പണിയുണ്ട്. അതാണ് വേറൊരു വശം. പുരുഷന്മാർ അതിൽ കയറുന്നില്ല. ഫാസ്റ്റ് പാസഞ്ചറിലേക്ക്, മറ്റു വാഹനങ്ങളിലേക്ക് ഇവർ കയറുന്നില്ല. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മികച്ച പദ്ധതിയാണെന്നുള്ള സംശയമൊന്നുമില്ല. അത് എന്തെങ്കിലും സാധ്യതയുണ്ട് പുരുഷന്മാർക്കും സൗജന്യമാക്കി കൊടുക്കണം. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് മികച്ച പദ്ധതിയാണ്. സർക്കാരിൻ്റെ രാഹുൽ ഗാന്ധിയുടെ മികച്ച ആശയമാണ്. ആ നിലയ്ക്കൊന്നും നമുക്ക് ആ കാര്യത്തിൽ തെറ്റു പറയാനില്ല. കാരണം സ്ത്രീകളുടെ മൊബിലിറ്റി വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞത് എല്ലാ വാഹനങ്ങളിലും പോകാമെന്ന ആളുകൾ ആദ്യം ധരിച്ചെങ്കിലും പോകുന്നവരുണ്ട്. ഇപ്പോൾ ഗവി റൂട്ടിലൊക്കെ പോകുന്ന വാഹനങ്ങളിൽ, ഓർഡിനറി വാഹനങ്ങളിൽ ധാരാളം ആളുകൾ അത് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതിൽ ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ ഓർഡിനറി വാഹനങ്ങൾ സത്യത്തിൽ സർക്കാർ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ പല സ്ഥലത്തും അത് ഇല്ല എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഓർഡിനറി വാഹനങ്ങളുടെ എണ്ണം കുറവാണ്. കുറച്ചുകൂടി കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ പൊതുവേ ഇല്ലാത്ത, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇല്ലാത്ത മേഖലകളിൽ ഈ KSRTC ഓർഡിനറി ബസ്സുകൾ കൂടുതൽ അനുവദിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ആ നിലയ്ക്ക് വിജയിച്ച പദ്ധതിയാണ്, സർക്കാരിന് സൽപ്പേരുണ്ടാക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് CP ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബാധ്യതയാണ് എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അതായത് അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സമ്മർദ്ദം ഇങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ച് എതിർക്കുകയും കൂടി ചെയ്ത ആളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ കുറച്ച് കാലമായുള്ളൂ സർക്കാർ വന്നിട്ട്, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുന്ന വിധത്തിൽ ഇതേ ഇങ്ങനെ അല്ലെങ്കിൽ ആളുകൾ കളിയാക്കപ്പെടുന്നതായിട്ട് തോന്നിയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മന്ത്രി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുന്നവരെ ഞങ്ങൾ സർക്കാർ ചെലവിലാണ് കേട്ടോ ചെലവിടുന്നത്, നിങ്ങളുടെ മുഴുവൻ ജീവിതവും സർക്കാരിൻ്റെ ചെലവിലാണ് എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കും. ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു KSRTC ബസ്സിലേ പോകുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ ഈ പൊതുഖജനാവിലെ പണത്തിലാണ് നിങ്ങൾ മന്ത്രിമാരെല്ലാം കൂടെ ഇങ്ങനെ പോകുന്നത്. ഈ മന്ത്രിമാരുടെ ബിഹേവിയറൽ പാറ്റേൺ എനിക്ക് മനസ്സിലാകുന്ന നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നതും കൂടെ ഈ സർക്കാർ ആലോചിക്കണം. ഇത് പിന്നെ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിമർശം അവസാന കാലത്ത് ഏറ്റവും പീക്കിലെത്തിയിട്ടാണ് ഇവർ വന്നത്. അതുകൊണ്ട് ജനം ഒന്ന് താഴ്ത്തി പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ നിന്നാൽ CP ജോൺ ആലോചിച്ചോളണം. അത് ഈ പറഞ്ഞ ഈ ഫിസിക്കൽ ഡിസിപ്ലിൻ എന്നുള്ള സങ്കല്പം ഇടതുപക്ഷത്തിനില്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല അതിനെ കണക്കാക്കേണ്ടത്. ഇടതുപക്ഷം പറയുമ്പോൾ മാത്രമല്ല, അവരതിനകത്ത് പറയുന്ന 3-4 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ബാങ്ക് കൊള്ള നടക്കും, അതല്ലെങ്കിൽ ഈ ബാങ്ക് തട്ടിപ്പ് നടക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് വലിയ ഇളവുകൾ കൊടുക്കുന്നു. ഈ പണത്തിൻ്റെയൊക്കെ കണക്ക് പരിശോധിച്ചാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യത്തിൻ്റെ അളവ്. അപ്പോൾ ഇത് വലിയ നഷ്ടമാണ് എന്ന് വലതുപക്ഷം പറയുന്നത് ശരിയല്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അത് ഈ ഘട്ടത്തിൽ CP ജോണിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.